ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന നമുക്ക് ഏത് നേരവും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഫുഡ് ഐറ്റത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. ഒരു കുക്കർ ഉണ്ടെങ്കിൽ കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കാമെന്ന് നോക്കാം കേട്ടോ. അതിനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് 250 മില്ലിയുടെ മെഷറിംഗ് കപ്പിൽ ഒരു കപ്പ് നേരിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നീട് അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം നിറയെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് അതിലേക്ക് വേണ്ടത് 2 ടീസ്പൂണോളം ഈസ്റ്റാണ് കേട്ടോ. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് 2 ടീസ്പൂൺ തന്നെ ചേർക്കാൻ ശ്രമിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പിന്നീട് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂണിലും കുറവ് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഇത്രയും തന്നെ ഇടാൻ ശ്രമിക്കാം, എന്നാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നീട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1.5 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. പിന്നീട് ആകെ മൈദയുടെ കപ്പ് ഞാൻ പറയാം കേട്ടോ. അങ്ങനെ ഒറ്റയടിക്ക് ചേർത്ത് കൊടുക്കാതെ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുക. ആദ്യം 1.5 കപ്പ്, പിന്നെ ഞാൻ 1/2 കപ്പ് വീതം ഒരു 3 പ്രാവശ്യം കൂടി ചേർത്ത് കൊടുത്ത് പിന്നെ 2.25 കപ്പോളം ടോട്ടൽ മൈദ എനിക്ക് ആവശ്യമായി വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ചൊന്ന് കുഴച്ച് വരുമ്പോഴേക്കും 2 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആദ്യം തന്നെ കുറേ മൈദ ഇട്ട് കൊടുക്കരുത്, കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ എനിക്ക് ആകെ വന്നത് 2.25 കപ്പ് മൈദയാണ് ടോട്ടൽ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പൊടിയുടെ അനുസരിച്ച് അളവിന് വ്യത്യാസം വരും കേട്ടോ. അപ്പം നമ്മുടെ കയ്യിലൊട്ടാത്ത ഒരു പരുവം, എന്നാൽ നല്ല ലൂസുമാണ് മാവ്. ആ ഒരു പരുവത്തെത്തുമ്പോൾ നമ്മുടെ പാത്രത്തിൽ നിറയെ ഓയിൽ പുരട്ടി കൊടുത്തിട്ട് ആ മാവ് കുഴച്ചത് ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലും കുറച്ച് ഓയിലൊന്ന് പുരട്ടി കൊടുത്തിട്ട് കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ ആ 1 മണിക്കൂറിനുള്ളിൽ നമ്മുടെ ആ മാവ് ഒന്ന് ഡബിൾ സൈസായിട്ടൊന്ന് വലുതായി വരും. അതിൻ്റെ ഇടയിൽ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. നമ്മൾ കുക്കറിലാണ് കേട്ടോ ഇതെല്ലാം ബേക്ക് ചെയ്തെടുക്കുന്നത്. ആദ്യം തന്നെ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. പിന്നീട് അതിലേക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ടും അതും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അതൊന്ന് നടുക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ സ്റ്റീലിൻ്റെ കുക്കർ ആയ കാരണം ഞാൻ എന്തായാലും വെച്ച് കൊടുക്കുന്നുണ്ട്. അലുമിനിയത്തിൻ്റെ ഒക്കെ ആണെങ്കിൽ അടി പിടിക്കുക അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അപ്പോഴേക്കും നമ്മുടെ മാവ് നന്നായി ഡബിൾ സൈസായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ എയർ ബബിൾസ് ഒന്ന് കളയുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ സൈഡിൽ നിന്നൊന്ന് വലിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുഴച്ച് കൊടുക്കുമ്പോൾ നമ്മൾ സെൻറ്റർ ഭാഗത്തേക്കാക്കിയിട്ട് കുഴച്ചെടുക്കാൻ ശ്രമിക്കുക. എന്നിട്ട് കൗണ്ടർ ടോപ്പിൽ ഇച്ചിരി പൊടി ഇട്ടതിന് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കുഴയ്ക്കുമ്പോൾ ഈ ഒരു മെത്തേഡിൽ കുഴയ്ക്കാം, നടുക്കിലേക്ക് മാത്രം ആക്കി കൊടുക്കാം കേട്ടോ. അപ്പം നല്ല ഒരു ബോൾ ഷേപ്പിൽ തന്നെ നമുക്ക് ആ ഡോ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് നേരം പരത്തിയതിന് ശേഷം കണ്ടില്ലേ ഇങ്ങനെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുകളിൽ കുറച്ച് മൈദ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തൂത്ത് കളയാം. എന്നിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തേക്കാണ്. എന്നിട്ട് കൈ കൊണ്ടൊക്കെ ഒന്ന് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ 3 ലിറ്ററിൻ്റെ കുക്കറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് കുറച്ചും കൂടി വലിയ കുക്കറാണെങ്കിൽ നമുക്ക് വിചാരിക്കുന്ന കറക്റ്റ് ഷേപ്പിൽ തന്നെ അത് കിട്ടും കേട്ടോ. എന്നിട്ട് അതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്കും കുറച്ചും കൂടി ഒന്ന് പൊങ്ങി കിട്ടും കേട്ടോ മാവ്. അപ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് തന്നെ പൊന്തി കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു മുട്ട പൊട്ടിച്ചിട്ട് അതിൻ്റെ ഒന്ന് എഗ് വാഷ് ചെയ്യാന്ന് പറയുന്ന പോലെ അത് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് അതിന് ഓയിലോ അല്ലെങ്കിൽ പാലോ എന്തെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു ഫ്രൈങ് പാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ കുക്കർ വെച്ച് കൊടുക്കുക. കുക്കർ വെച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ ആ വെയിറ്റ് ഉണ്ടല്ലോ അതൊന്ന് മാറ്റി കൊടുത്തിരിക്കണം, അത് ഇടാൻ പാടില്ല കേട്ടോ. എന്നിട്ട് പാൻ നന്നായി ചൂടായിട്ട് വേണം ഇത് വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് തുറന്ന് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. ബേക്ക് ആയിട്ടില്ലെങ്കിൽ ഒരു 10 മിനിറ്റും കൂടി പിന്നെയും ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കുക്കറിന് അധികം പൊക്കം ഇല്ലാത്ത കാരണമാണ് കേട്ടോ ഇങ്ങനെ മുകൾ ഭാഗം കുറച്ചൊന്ന് ബോറായിട്ടിരിക്കുന്നത്. പക്ഷേ ടേസ്റ്റിലൊന്നും ഒരു കോംപ്രമൈസ് ഇല്ല, നല്ല അടിപൊളി തന്നെയാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ബ്രെഡിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്.
അപ്പം നല്ല സോഫ്റ്റുമാണ്. നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നമുക്ക് കത്തി വെക്കുന്ന ഒന്നും അറിയില്ല കേട്ടോ, അത്രയും നല്ല സോഫ്റ്റുമാണ്. നമുക്ക് അധികം ഇൻഗ്രീഡിയൻ്റ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്കിപ്പോൾ മുറിക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റുമാണ്. അതുപോലെ തന്നെ നമ്മുടെ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ബ്രെഡിൻ്റെയൊക്കെ ടേസ്റ്റും ടെക്സ്ചറും അത് തന്നെയാണ് കേട്ടോ. പിന്നെ കുക്കറിൽ ബേക്ക് ചെയ്തെടുക്കുക ആ റൗണ്ടിൽ ഷേപ്പ് ആകുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഒരു വ്യത്യാസം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ആക്കാനും ഒന്നും മറക്കരുത് കേട്ടോ. ഒരു 20-25 മിനിറ്റിന് ശേഷം നമ്മൾ പാനിൽ നിന്ന് എടുത്തിട്ട് ഒരു 5 മിനിറ്റിന് ശേഷം അതിൻ്റെ കുക്കറിൻ്റെ മൂടി ഒന്ന് തുറന്ന് നോക്കുക. ബേക്ക് ആയിട്ടില്ലെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ബേക്ക് ആക്കി കൊടുക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ വ്യത്യാസം. പിന്നെ നമ്മൾ ഓവനിൽ ചെയ്തെടുക്കുന്ന അത്ര പെർഫെക്റ്റായി കിട്ടില്ല. അടിയിൽ നിന്നും മുകളിൽ നിന്നൊക്കെ ഒരേപോലെ ഹീറ്റ് വരികയാണല്ലോ. അപ്പോൾ അതിൻ്റെ അത്രയും ഇല്ലെങ്കിൽ അത്രയൊക്കെ തന്നെ ടേസ്റ്റും ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് ഏത് കറിയുടെ കൂടെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. മധുരത്തിൽ കഴിക്കാനാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് മധുരം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു, ബൈ.